ആദ്യ കാലഘട്ടത്തിലെ ശത്രു അബൂ സുഫിയാൻ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചതും ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ചവൻ, തമ്മിൽ അലോഗ്യത്തിൽ കഴിയുന്നവർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, തെറ്റി നടക്കുന്നവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, പുഞ്ചിരിക്കാത്തവർ, അവനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വാശി പിടിക്കുന്നവർ, ഞാൻ ഉണ്ടാകണമെങ്കിൽ അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് വാശി പ്രകടിപ്പിക്കുന്ന ആളുകൾ, ഇത്രമാത്രം ദുഷിച്ച ഒരു പ്രവർത്തനത്തിലേക്കും ചിന്തകളിലേക്കും ഇന്ന് നമ്മളിൽപ്പെട്ട പലരുടെ മനസ്സുകളും എത്തിപ്പോകാറുണ്ട്. ഈ വിഷയ സംബന്ധമായി വേണ്ടത്ര ഗൗരവം നമ്മളിൽ പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പരസ്പരം തെറ്റി നടക്കുക, അലോഗ്യത്തിലാകുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പക പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു പവറിന്റെയും പത്രാസിന്റെയും കാലഘട്ടമായി തീർന്നു. എന്തേ നീയും അവനും തമ്മില്, എന്തേ നീയും ജ്യേഷ്ഠനും തമ്മില് എന്ന് ചോദിക്കുമ്പോ മനുഷ്യന് തിരിച്ചു പറയാനുള്ള മറുപടി, അത്രമാത്രം ആളുകളെയൊക്കെ വിളിച്ചൊരു നിക്കാഹ് നടത്തിയിട്ട് ഒരു വാക്കവൻ എന്നോട് മിണ്ടിയിട്ടില്ല. അതല്ലേ തെറ്റാനുള്ള കാരണം? ഇത്രയും ആളുകളെ വിളിച്ച് ഒരു നിശ്ചയം അവൻ അവിടെ സംഘടിപ്പിച്ചിട്ട് ഒരു വാക്കെന്നോട് അവന് സൂചിപ്പിക്കാൻ തോന്നിയിട്ടില്ല. എല്ലാവരെയും വിളിച്ച് നോമ്പുതുറ നടത്തിയപ്പോ മനഃപൂർവ്വം അവൻ എന്നെ വിട്ടുകളഞ്ഞതാ എന്നിത്യാദി നിസ്സാര പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പലരോടും മുഖം കറുത്തവരുണ്ട്, പലരോടും തെറ്റി നടക്കുന്നവരുണ്ട്, പലരോടും അലോഗ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഏത് സന്ദർഭം വരെ മരിച്ചു മണ്ണോട് ചേർത്ത് വെക്കപ്പെടുമ്പോ ആറടി മണ്ണിന്റെ ഗന്ധം അനുഭവപ്പെട്ട് മക്കളുടെ തോളിൽ കയറി പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ച വാപ്പാന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് ഓരോ ആൺമക്കളും ചോദിക്കേണ്ട ഗതികേടിലെത്തി, എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട്, വാപ്പാന്റെ പരലോകം വിചാരിച്ച് വാപ്പാക്കത് പൊരുത്തപ്പെട്ടു കൊടുക്കണട്ടോന്ന് മക്കളെ കൊണ്ട് ചോദിക്കുന്ന സമയം വരെ, മരണം വരെ അലോഗ്യം തീർക്കാതെ മരിച്ചു പോകുന്ന ഒട്ടനവധി മുവഹിദുകളും മുജാഹിദുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാ. അതൊക്കെ ഒരു ഫാഷനിന്റെ വർത്തമാനങ്ങളാണിപ്പോ. എന്തേ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? എന്തേ അനിയന്റെ അടുത്തേക്കൊന്നും ചെല്ലാറില്ലേ? എന്തേ പെങ്ങളടുത്തേക്കൊന്നും പോവരില്ലേ എന്ന് ചോദിച്ചാൽ മനുഷ്യന് തിരിച്ചു പറയാനുള്ള മറുപടി, അറിഞ്ഞിട്ടില്ലേ, ഞങ്ങൾ 1-2 കൊല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോയലില്ല, അവൾ ഇങ്ങോട്ടും വരാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അങ്ങോട്ട് ചെറിയൊരു അസ്വാരസ്യം അതങ്ങനെ പൊരുത്തപ്പെടിക്കാതെ കഴിഞ്ഞു പോകുകയാ എന്ന് പറഞ്ഞു പവറും പത്രാസുമായി അവനെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്തോ എന്ന് ഒന്നുമുണ്ടായിട്ടല്ല എന്ന തോന്നലോടുകൂടി പലരോടും മുഖം തുറന്നൊന്ന് ചിരിക്കാൻ പോലും കുടുസത കാണിക്കുന്നവരായി മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാ. എത്രമാത്രം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ പരസ്പരം തെറ്റലുകൾ മരണം വരെ കൊണ്ടു നടക്കുന്നതിന്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഉദാഹരണം എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കോഴിക്കോട് പ്രദേശത്ത് നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു സംഭവം. കോഴിക്കോട് ജില്ലയിലെ സിറ്റിയിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു മഹല്ലാണ് മുക്കദാറ് എന്ന പ്രദേശം. ആ മുക്കദാറ് പ്രദേശത്ത് പിതാവ് മരിച്ചപ്പോ വീതം വെച്ച ഒരു പറമ്പിന്റെ പേരിൽ 2 ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലോഗ്യത്തിലായി. വാപ്പ മരിച്ചു കിടക്കുന്ന സെക്കൻഡുകൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തെറ്റി ഒരു പറമ്പിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ വർഷങ്ങളോളം 22 വർഷം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തെറ്റി ജീവിച്ചു. മക്കളെ കല്യാണം കഴിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണമുണ്ടായിട്ടില്ല. പലരും മക്കള് വീട്ടുകൂടൽ സംബന്ധിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണമുണ്ടായിട്ടില്ല. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനിയന് അറ്റാക്ക് വന്നു, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാർത്ത നാട്ടിലാകെ പരന്നു. ആശുപത്രി അധികൃതർ മകനോട് പറഞ്ഞു പോലും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ, അഥവാ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്, ദേശം സീരിയസിന്റെ കോലത്തിലാണ്. 12ഓളം വയറുകൾ അയാളെ ഹൃദയഭാഗത്തും ശരീരഭാഗത്തും ഘടിപ്പിച്ചു. കമ്പ്യൂട്ടറിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിന്റെ മിടിപ്പ് ഡോക്ടർമാര് സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ നാട്ടിലാകെ വാർത്ത പരന്നു, അബൂബക്കർ മരിക്കാറായിട്ടുണ്ട് എന്ന വാർത്ത നാട്ടിലാകെ പരന്നു. കടത്തെണ്ണയിലിരിക്കുന്ന ജ്യേഷ്ഠൻ അബ്ബാസിനോട് നാട്ടുകാരിൽപ്പെട്ട ചിലര് ചോദിച്ചു പോലും, അബ്ബാസെ, സ്വന്തം ചോരയല്ലേ, ഒരേ വാപ്പാന്റെ മക്കളല്ലേ, ഒന്നുപോയി കണ്ടോ, മരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനക്കവനെ ഒന്ന് കാണാലോ.
നാട്ടുകാരുടെ പ്രേരണ കിട്ടിയപ്പോ തോൽക്കാൻ തീരുമാനിച്ച് അബ്ബാസ് എന്ന ജ്യേഷ്ഠൻ ആശുപത്രിയിലേക്ക് കയറി ചെന്നു. ഐസിയുവിന്റെ പുറത്തുള്ള അനിയന്റെ മകനുമായി സംസാരിച്ചു. ഒരുപാട് സങ്കടപ്പെട്ടു, പലതും പറഞ്ഞു തീർത്തു. മൂത്താപ്പ വന്ന സന്തോഷത്തിൽ ജ്യേഷ്ഠന്റെ അനിയന്റെ മകൻ പറഞ്ഞു പോലും, മൂത്താപ്പ നിങ്ങൾ അകത്ത് കയറി വാപ്പാനൊന്ന് കണ്ടോളൂ, വാപ്പാക്കതൊരാശ്വാസായിരിക്കും. സമ്മതത്തോടുകൂടി അകത്ത് കയറിയ വേഗതയിൽ തന്നെ ആ ജ്യേഷ്ഠൻ തിരിച്ചിറങ്ങി. പുറത്തിരിക്കുന്ന കുടുംബക്കാര് ചോദിച്ചു പോലും, മക്കളും എന്തേ മൂത്താപ്പ, വാപ്പ വേണ്ടാത്തതെന്തോ പറഞ്ഞോ? പുറത്തേക്ക് വന്ന ജ്യേഷ്ഠന്റെ മറുപടി, ഇല്ല മക്കളെ, അവൻ ഉറങ്ങാന്ന് തോന്നുന്നു, ഞാൻ പോയിട്ട് കുടുംബത്തെയും കൂട്ടിയിട്ട് വരാം. ആശുപത്രിയുടെ പടിക്കെട്ടുകൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്ന ജ്യേഷ്ഠനെ നോക്കി, മൂത്താപ്പയെ നോക്കി മകൻ സ്വയം കൂട്ടുകാരോടും അടുത്ത ബന്ധക്കാരോടും പറഞ്ഞു പോലും, വാപ്പ ഉറങ്ങാൻ പാടില്ല. ഇതുവരെ വാപ്പ ഉറങ്ങിയിട്ടുമില്ല. പിന്നെ അകത്ത് കയറിയ മൂത്താപ്പ വാപ്പ ഉറങ്ങുന്നു എന്ന് പറയാനുള്ള കാരണം, അകത്ത് കയറി മകൻ നോക്കുമ്പോൾ വാപ്പ കണ്ണു തുറന്നു കിടക്കുന്നു. വാപ്പാന്റെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്നു. സന്തോഷത്തോടെ അനിയന്റെ മകൻ പറഞ്ഞു, വാപ്പ മൂത്താപ്പ വന്നിരുന്നു, ഒരുപാട് സങ്കടപ്പെട്ടു, പലതും പറഞ്ഞു തീർത്തു, നിങ്ങളെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയിരുന്നു, നിങ്ങൾ ഉറങ്ങാന്ന് കരുതി തിരിച്ചു പോയതാ. ഇത് കേട്ട സന്ദർഭത്തിൽ 12ഓളം വയറുകൾ ശരീരത്തിൽ ഘടിപ്പിച്ച് മരണത്തിന്റെ വിളിയും കാത്തു കിടക്കുന്ന, ശ്വാസത്തിന്റെ അവസാനത്തെ മിടിപ്പുമായി ആ ബെഡിൽ കിടക്കുന്ന അനിയൻ സ്വന്തം മകന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോലും, ഓം വന്ന് ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ണങ്ങ് പൂട്ടിക്കാന്നതാ. അത്രമാത്രമുണ്ട് മനുഷ്യരെ, മനുഷ്യന് തോൽക്കാനുള്ള മടി, മരണം വരെ തോൽക്കാനുള്ള മടിയും കാണിച്ചുകൊണ്ട്, എനിക്കെന്തിന്റെ കുറവാ, ആരും തന്നിട്ടല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മാത്രം എന്റെ മക്കളുണ്ട്, എന്റെ വീടുണ്ട്, ഞാൻ അധ്വാനിച്ചതുണ്ട്, ഒരുത്തന്റെ മുൻപിലും ഞാൻ കൈ നീട്ടാറില്ല എന്ന ധാർഷ്ട്യതയുടെയും അഹങ്കാരത്തിന്റെയും തോന്നലുകൾ മനസ്സിലുണ്ടാകുമ്പോ പല ബന്ധങ്ങളോടും നല്ല രൂപത്തിൽ കൂടിയോജിക്കാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷെ അവരോരോരുത്തരും തിരിച്ചറിയേണ്ട മഹത്തായ ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹചാരി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇബ്നു മസ്ഊദിന്റെ വാക്കുകൾ കേൾക്കുമ്പോ ആരാ ഇബ്നു മസ്ഊദ് എന്നും ആദ്യം നമ്മൾ അറിയണം. ഇത്രമാത്രം വേദഗ്രന്ഥം ഈണത്തിൽ പാരായണം നടത്തുന്ന ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ വേറെയില്ലായിരുന്നു. മദീനത്തെ പള്ളിയിൽ വെച്ചാൽ ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതിയാൽ പള്ളിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള ഈത്തപ്പനകൾക്ക് മറവിൽ ശത്രുക്കളായിരുന്ന അബൂജഹൽ പോലും ആ ഖുർആനോത്ത് കേൾക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വേദഗ്രന്ഥത്തിന്റെ മണവാട്ടി എന്നറിയപ്പെട്ട സൂറത്തുർ റഹ്മാൻ അവതരിക്കപ്പെട്ടപ്പോ ആരുണ്ട് സഹാബാക്കളെ ഇതൊന്ന് ഖുറൈശികൾക്ക് ഓതിക്കൊടുക്കാൻ എന്ന് ചോദിക്കേണ്ട താമസം സദസ്സിൽ നിന്നേറ്റ് ഇബ്നു മസ്ഊദ് ഓടുന്ന ഇബ്നു മസ്ഊദിനെ സഹാബത്ത് പൊതിഞ്ഞു പിടിച്ചു. ലായാ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം ശത്രുക്കളൊന്ന് ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തെ തടുക്കാനുള്ള കെൽപ്പ് താങ്കൾക്കില്ല. കാരണം ഇബ്നു മസ്ഊദ് കുള്ളനും മെലിഞ്ഞൊട്ടിയ ശരീരപ്രകൃതക്കാരനുമായിരുന്നു. പക്ഷേ തന്നെ തടഞ്ഞ സഹാബത്തിന്റെ കൈകൾ കൊതറി മാറ്റി ശത്രുവിന്റെ നടുവിലേക്കെത്തി സൂറത്തുർ റഹ്മാൻ ഓതി തുടങ്ങി. എണ്ണിയാലൊടുങ്ങുന്ന ആയത്തെത്തി എന്നേ ഹദീസുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ആയത്തെത്തിയപ്പോഴേക്കും കയ്യിൽ കിട്ടിയ മരപ്പലക കൊണ്ട് ആദ്യമടിച്ചത് അബൂജഹലായിരുന്നു. 4 ഭാഗത്തു നിന്നും അടി കിട്ടിയപ്പോ ബോധം കെട്ട് മണൽത്തരികളിൽ വീണു. ഉടനെ തന്നെ സ്വഹാബത്തോടി വന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് അള്ളാഹുവിന്റെ തിരുദൂതന്റെ മടിയിൽ കിടത്തി. വേദന കൊണ്ട് പൊളയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ തിരുദൂതര് ചോദിച്ചു, എന്തിനു ഇബ്നു മസ്ഊദേ, നിങ്ങൾക്ക് പോകാതിരിക്കാമായിരുന്നില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു പോലും, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് അനുവാദം തന്നാൽ ഏതായത്തെത്തിയപ്പോഴാണോ അവരെന്നെ അടിച്ചത് അതിന്റെ ബാക്കി ഞാൻ അവർക്ക് ഓതിക്കൊടുക്കും പ്രവാചകരെ. അത്രക്ക് സ്നേഹമുണ്ട് തിരുദൂതരെ നിങ്ങളോടും, നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന വാക്കുകളോടും. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത, തിരുദൂതരായത്ത് പഠിപ്പിച്ചു കൊടുത്താൽ പിറ്റേന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും കൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പറയും. ആ വിഷയത്തിൽപ്പെട്ടതാ സംഗീതം. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, മനുഷ്യൻ വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്നു എന്ന ആയത്ത് റസൂലുള്ളാഹി അവതരിക്കപ്പെട്ടപ്പോ അത് വിശദീകരിച്ചു കൊടുത്തപ്പോ സ്വഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ അതുകൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്നഹു അൽ ഗിനാ, അത് സംഗീതമാണ് എന്ന് എനിക്കറിയാം എന്ന് വിശദീകരിച്ച സന്ദർഭം. ഇതുപോലെ ഒരായത്ത് അവതരിക്കപ്പെട്ടാൽ
ഇബ്നു മസ്ഊദ് അതൊന്ന് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു നേരം വെളുത്തു. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞു. തിരുദൂതർ മുസല്ലയിൽ ഇരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതന്റെ മുൻപിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സ്വഹാബത്തിന്റെ നേരെ മൊത്തത്തിലൊന്ന് നോക്കി അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടിരിക്കുമ്പോ ആ സദസ്സിന്റെ നേരെ നോക്കി സങ്കടത്തോടെ ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ കൂടെ കൂടിയ സഹാബാക്കളെ, ഇതെന്റെ വർത്തമാനമാ, അൻസാറിന്റെ വർത്തമാനം. എന്റെ വാക്ക് കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള മാന്യന്മാരായ എന്റെ സുഹൃത്തുക്കളോട്, നല്ലവരായ എന്റെ കൂട്ടുകാരോട്, അന്ന് മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ പള്ളിയിൽ ഈ സദസ്സിൽ വെച്ച് ഞാനെന്ന വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നു. അയ്യുഹ സ്വഹാബ, എന്റെ കൂട്ടുകാരെ, നിങ്ങളിൽ ആരെങ്കിലും ആരോടെങ്കിലും കുടുംബബന്ധം മുറിച്ചവരോ, അലോഗ്യത്തിൽ കഴിയുന്നവരോ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നടക്കുന്നവരോ, സലാം പറയാൻ മടിക്കുന്നവരോ, പറഞ്ഞ സലാം തിരിച്ചു മടക്കാൻ മടിക്കുന്നവരോ, ക്ഷണിക്കാൻ മടിക്കുന്നവരോ, ക്ഷണം സ്വീകരിക്കാൻ മടിക്കുന്നവരോ, ഏതെങ്കിലും ഒരുത്തനുള്ള സദസ്സിൽ ഇരിക്കാൻ മടിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർ ഈ സദസ്സ് എഴുന്നേൽക്കണം. ഫർജി മിനൽ മജ്ലിസ്, അവർ ഈ സദസ്സ് പിരിഞ്ഞു പോണം. ഇബ്നു മസ്ഊദ് ഒരു തവണ പറഞ്ഞു. സഹാബത്ത് അത്ഭുതപ്പെട്ട് മുഖത്തോട് മുഖം നോക്കി. രണ്ടാമത്തെ തവണയും ഇബ്നു മസ്ഊദ് പറഞ്ഞു, അയ്യുഹ സ്വഹാബ, കേട്ടില്ലേ സഹാബത്തെ, എഴുന്നേറ്റ് പോ, അവർ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. മൂന്നാമത്തെ തവണയും വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേട്ടില്ലേ സഹാബത്തെ, അങ്ങനത്തെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോ, അവരൊരു സദസ്സിലും പങ്കെടുക്കാൻ പാടില്ല. ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദെ ഇത്ര ദേഷ്യം, എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞിട്ടുണ്ട്, സമിഅ്തു, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ വാക്കുകൾ ചർച്ച ചെയ്യുന്ന സദസ്സ്, ദീനിന്റെ സദസ്സ്, ആയത്തുകളോതി വിശദീകരിക്കുന്ന സദസ്സ്, തിരുദൂതന്റെ ഹദീസുകളും ചര്യകളും പരിചയപ്പെടുത്തുന്ന സദസ്സ്, ആ സദസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സ. അതുകൊണ്ട് തന്നെ അവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും യുനസ്സിലുർ റഹ്മ വയഗ്ഫിറുദ് ദുനൂബ, അവിടെ ഇരിക്കുന്ന ആളുകളുടെ പാപങ്ങൾ അള്ളാഹ് പൊറുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും, കരുണ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഇരിക്കുന്ന മഗ്രിബ് മുതൽ ഈ പ്രഭാഷണം കഴിയുന്ന സമയം വരെ ഇരുന്നോ സുഹൃത്തുക്കളെ, അള്ളാന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാ. നമ്മളറിയാതെ ഓരോ പാപങ്ങളും പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇല്ലാ വാഹിദൻ, ഒരുത്തൻ ഈ സദസ്സിലില്ലെങ്കിൽ, ഇല്ലാ വാഹിദത്തൻ, ഒരുത്തി ഈ സദസ്സിലില്ലെങ്കിൽ, അവളുണ്ടോ അവനുണ്ടോ, ലാ യുനസ്സിലുർ റഹ്മ, റഹ്മത്ത് അല്ലാഹു നിർത്തലാക്കി കളയും. വലാ യഗ്ഫിറുദ് ദുനൂബ, പാപം പൊറുക്കൽ അല്ലാഹ് നിർത്തലാക്കി കളയും. അല്ലാഹുവിന്റെ തിരുദൂതനോട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മൻ യാ ഇബ്നു മസ്ഊദ്, ആരുണ്ടെങ്കിലാ ഇബ്നു മസ്ഊദേ, ഏതവനുണ്ടെങ്കിലാ ഇബ്നു മസ്ഊദേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ചവർ, അലോഗ്യത്തിൽ കഴിയുന്നവർ, മനസ്സ് വേർപ്പെട്ടവർ, കുടുംബ ബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കാതെ മരണം വരെ തമ്മിത്തെറ്റുകളുമായി നടക്കുന്നവർ, അവരേത് സദസ്സിൽ പങ്കെടുത്താലും അവര് കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടേണ്ടത് കൂടി അള്ളാഹ് നിർത്തലാക്കി കളയും. അതുകൊണ്ട് സഹാബത്തെ, എഴുന്നേറ്റ് പോ, എങ്കിൽ നിങ്ങൾ അത് തിരുത്തിയിട്ട് വന്നിരിക്കണം. അത്രമാത്രം ഗൗരവത്തോടെ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ പലതിന്റെ പേരിലും പലർക്കും പലരോടും അലോഗ്യം തോന്നി തുടങ്ങി. പണത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, ആളുകൾക്കിടയിൽ പറയാൻ പറ്റിയ ജോലിയുടെ പേരിൽ പലർക്കും പലരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥ, പലർക്കും പലരോടും പുച്ഛ മനോഭാവം തോന്നുന്നൊരവസ്ഥ. പക്ഷേ ലോകത്തിന്റെ തിരുദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പറഞ്ഞ യോഗ്യതകളിലേക്ക് 100% യോഗ്യതകൾ ഉണ്ടായിട്ടും നാട്ടുകാർക്കിടയിൽ പവറും പത്രാസും പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നിട്ടുകൂടി ഒരു വ്യക്തിയോട് പോലും, ഒരു മെലിഞ്ഞവനോടോ, ഒരു തടിച്ചവനോടോ, ഒരു കറുത്തവനോടോ, ഒരു വെളുത്തവനോടോ, തറവാടില്ലാത്തവനോടോ, തറവാടുള്ളവനോടോ, കാപ്പിരിയോടോ, ആരോടും വേർതിരിവ് കാണിക്കാതെ ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ തിരുദൂതർ. തറവാടിത്തമാണോ നിങ്ങൾക്ക് അഹങ്കാരം തോന്നുന്നത്? ബാക്കിയുള്ള ആളുകളോട് പുച്ഛവും അവൻ എനിക്കൊത്തവനല്ല എന്നും തോന്നുന്നത് തറവാടിത്തത്തിന്റെ പേരിലാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം മനുഷ്യരെ. പടച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ട ആ വാപ്പാന്റെ മക്കളായി പിറന്നത്. അള്ളയെങ്ങാനും തീരുമാനിച്ചിരുന്നുവെങ്കിൽ പാതയോര വക്കുകളിൽ കുടിലുകൾ കെട്ടി
കൽപ്പണിയെടുക്കുന്ന ഒരണ്ണാച്ചിയുടെ മക്കളാക്കുമായിരുന്നു. അല്ല എന്നെയും നിങ്ങളെയും. അല്ല കാണിച്ച ഔദാര്യമാണടോ ആ വാപ്പാന്റെ മക്കളായി ജനിക്കാൻ കിട്ടിയ അവകാശം. ആ അവകാശം കിട്ടിയപ്പോ നിനക്ക് തറവാട് പോരിശ തോന്നുന്നു അല്ലേ? നിനക്ക് മറ്റുള്ളവരെ കണ്ണിൽ പിടിക്കുന്നില്ല അല്ലേ? നീയുമായി യോജിക്കാത്തവരാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം മുസൽമാന്റെ ഹൃദയത്തിൽ തറയ്ക്കണം, എന്റെയും നിങ്ങളുടെയും ചങ്കിൽ കടക്കണം. കാരണം ആ രൂപത്തിൽ